ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം എന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ മാതാവ് ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും മറ്റു വിശ്വാസികൾക്കും ആയി പ്രത്യക്ഷപ്പെട്ടത് മുതൽ നാളിതുവരെ ഇവിടെ നടന്നിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല. അത്രമാത്രം കൃപാസന മാതാവ് ഈ ദേവാലയത്തിൽ തന്നെ സന്ദർശിക്കുന്ന, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് കൃപയുടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ വിരാജിക്കുകയാണ്. ഓരോ ദിവസവും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയം സന്ദർശിക്കുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കുന്നതിനുമായിട്ട് ഇവിടെ എത്തുന്നത്. ഈ ദേവാലയം ലോകപ്രസിദ്ധമായി കഴിഞ്ഞു. അമ്മയുടെ അളവറ്റ കൃപകൾ കൊണ്ട് ഈ ദേവാലയം വളരെ പേരുകേട്ട് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും അനേകം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഉടമ്പടിയിലൂടെ മാതാവിനെ വണങ്ങുകയും കർത്താവായ യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ആരാധനക്രമമാണ്. യേശുവിനെ നമ്മുടെ രക്ഷകനും ജീവദാതാവുമായി കരുതുകയും അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറയുന്ന എളിമയുടെ അമ്മയുടെ ഒരു രൂപമാണ് ഈ ദേവാലയത്തിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഭക്തജനങ്ങൾക്ക് മാതാവ് ഈ ഒരു ആപ്തവാക്യം പറയുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മയുടെ ഇഷ്ടമല്ല, തൻ്റെ സ്വപുത്രനായ ഈശുനാഥൻ്റെ ഇഷ്ടമാണ് അമ്മ പരിഗണിക്കുന്നത്. ഇതൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രം ആണെങ്കിലും നമ്മുടെ എല്ലാ ആരാധനയും യേശുനാഥനാണ്. യേശുവിലൂടെയാണ് രക്ഷയും സൗഖ്യങ്ങളും കൈവരുന്നത്. അതിന് ഒരു മാധ്യസ്ഥമായി അമ്മ നിൽക്കുന്നു എന്ന് മാത്രം. ഈ ദേവാലയം സന്ദർശിക്കേണ്ടത് എല്ലാവരുടെയും ഒരു കടമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം എനിക്ക് ഈ ദേവാലയമായി വളരെ അടുത്ത് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ ഈ ചാനലിലൂടെ ഈ കൃപാസന മാതാവിനെ വാഴ്ത്തുന്ന അനേകം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാതാവ് എനിക്കും അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട് മുമ്പിൽ കാഴ്ചവെക്കുന്നതും. വിളിച്ചാൽ വിളി കേൾക്കുന്ന കൃപാസന മാതാവ്, ആ അമ്മയെ വണങ്ങാതെ തരമില്ല. ഞാൻ ഈ ദേവാലയത്തിൽ പല തവണയായി സന്ദർശിക്കാറുണ്ട്. അത്രമാത്രം അമ്മ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻപിലുള്ള ഒരു ഹോൾ, അതായത് ഓഡിറ്റോറിയം എന്നാണ് ഈ ഹോളിന് പറയുക. ഇവിടെ സ്റ്റേജിൽ പരിശുദ്ധ മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് മരിയൻ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മരിയൻ പ്രദക്ഷിണമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ പോകുന്നത്. ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഉടമ്പടി എടുത്തവർ മാതാവിനെ കുറിച്ചുള്ള ഗാനം ആലപിച്ചുകൊണ്ട് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം, മുത്തുകുട, ധൂപക്കുറ്റി, മണി, വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെ ഓരോ ചെറു സംഘങ്ങളായിട്ട് മെയിൻ ഹോളിലുള്ള കൃപാസന മാതാവിൻ്റെ രൂപത്തിനടുത്തേക്ക് മാതാവിൻ്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകുന്ന അതിമനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. തങ്ങളുടെ ആവശ്യങ്ങൾ
മറ്റെവിടെയും ലഭിക്കാത്ത, മറ്റെവിടെ ചെന്നിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഈ മാതാവിൻ്റെ മുമ്പിൽ നടക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അതിന് കാരണം. ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ആ പ്രദക്ഷിണമാണ്. കൃപാസന അമ്മ മാതാവിനെ ആ സിസ്റ്റർ ആ മകന് കൈമാറി കഴിഞ്ഞു. ഇനി അവർ മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് മെയിൻ ഹാളിലേക്ക് കൃപാസന മാതാവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ പ്രദക്ഷിണം. ഓരോ ദിവസവും എത്രമാത്രം ഭക്തജനങ്ങളാണ് ഈ അമ്മ മാതാവിനെ വഹിച്ചുകൊണ്ട് തങ്ങളുടെ 6 നിയോഗങ്ങൾ എഴുതിയ നിയോഗ പത്രിക അടക്കം ആ മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് മരിയൻ പ്രതിജ്ഞ എടുത്തതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഉടമ്പടി പേടത്തിൽ ഉടമ്പടി പത്രിക സമർപ്പിച്ച് മാതാവിനെ തൊട്ടു വണങ്ങി പോകുന്നു. പിന്നെ അവിടെ നിർദ്ദേശിച്ചതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ സന്ദർശിക്കൽ, മറ്റുള്ളവർക്ക് വേണ്ടതായ പ്രാർത്ഥനകൾ, ഉടമ്പടി പത്രം വിതരണം ചെയ്യൽ, ബൈബിൾ വായിക്കുക, നന്മ ചെയ്യുക എന്നിങ്ങനെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുക, ചെറിയ സഹനത്തിലൂടെ പ്രാർത്ഥനകൾ ചൊല്ലുക. ഇവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പുസ്തകം പുലർച്ചെ 5:30 എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ചുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മരിയൻ ഉടമ്പടി പ്രാർത്ഥന അതിന് ശേഷം ചൊല്ലുന്നു. പിന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് ഈ ദേവാലയത്തിൻ്റെ ഹാളിൽ പറഞ്ഞ് മാതാവിനെ വണങ്ങിപ്പോകുന്ന എത്രയോ ഭക്തജനങ്ങൾ. ദിവസവും നമുക്കിവിടെ എത്രയോ സാക്ഷ്യങ്ങളാണ് കേൾക്കാൻ കഴിയുക. വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് കടബാധ്യതകൾ, രോഗങ്ങൾ, ദുഃഖദുരിതങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥ, വിദേശത്ത് പോകുവാൻ കഴിയാത്ത അവസ്ഥ, OET, IELTS, TOEFL തുടങ്ങിയ പരീക്ഷകളിൽ തോൽക്കുന്ന അവസ്ഥ, മാനസികാവസ്ഥ തുടങ്ങിയ അവസ്ഥകളിലെല്ലാം മാതാവ് കൈപിടിച്ചുയർത്തുന്ന ഒരു ശക്തമായ കരമാണ് അമ്മയുടെ ആ കരം. അതുതന്നെയാണ് ഇവിടെ ദിവസം നാം കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഓരോ സാക്ഷ്യങ്ങളും ജീവിക്കുന്ന അത്ഭുതങ്ങളാണ്. അത് പ്രകീർത്തിക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും ദൈവികമായി വിശ്വാസം വന്നു ചേരുന്നതിനും അതുവഴി അവർ ദൈവത്തിലേക്ക്, നന്മകളിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടിയുമാണ് ഈ ദേവാലയം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള മതപരിവർത്തനം ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ ആയിരിക്കുന്ന മതത്തിൽ ആയിരുന്നതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതിലൂടെ അമ്മയുടെ അപദാനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് കൃപാസനം പത്രത്തിലൂടെ ചെയ്യുന്നത്. അല്ലാതെ ചില മൂന്നാംകിട ചാനലുകൾ പറയുന്നത് പോലെ ഇവിടെ മതപരിവർത്തനമോ മറ്റൊന്നും നടക്കുന്നില്ല. എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ഈ ദേവാലയത്തിൽ പലതവണ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഉടമ്പടി പേടത്തിനടുത്ത് ആ പ്രദക്ഷിണം എത്തിയതിന് ശേഷം അവിടെ വെച്ചാണ് മാതാവിൻ്റെ വെഞ്ചിരിച്ച കാശുരൂപവും തൈലവും കൊടുക്കുക. ആ തൈലം അവിടെ 7 നിലവിളക്കുകളായിട്ട് സ്ഥാപിച്ചിട്ടുള്ള നിലവിളക്കിൽ ഏതെങ്കിലും ഒന്നിൽ തങ്ങളുടെ അല്പം ഒഴിച്ച് തിരി തെളിയിച്ച്
മാതാവിൻ്റെ പ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം ആ പ്രതിജ്ഞയിൽ പറയുന്നത് കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. നാം വർജിക്കേണ്ടതായ ചില സംഗതികൾ അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആ പ്രാർത്ഥന വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ദർശനത്തിലൂടെ നൽകിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥന ഇടിവാളിനേക്കാൾ ശക്തിയുള്ള പ്രാർത്ഥന എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അത് അമ്മയുടെ പ്രാർത്ഥനയാണ്, അമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. നിസ്സാരമായി തോന്നാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നിരീശ്വരവാദികൾക്ക് തോന്നാമെങ്കിലും അത് അമ്മയുടെ സ്വന്തം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതാണ് ഈ ദേവാലയത്തെ ഇത്രമാത്രം പ്രസിദ്ധമാക്കുന്നത്. മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദേവാലയത്തെ പ്രസിദ്ധമാക്കുന്നത് ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാം ഇപ്പോൾ കാണുന്നത് സാക്ഷ്യം പറയുന്നതാണ്. തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയുന്നതിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക്, മാതാവിൻ്റെ അത്ഭുതകരമായ കരങ്ങളിലേക്ക് മറ്റുള്ളവരെയും കൂടി സമർപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ സാക്ഷ്യം പറയുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എത്രയും വേണ്ടപ്പെട്ട ആവശ്യമുള്ളവരെ തൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആശീർവദിക്കുന്ന കാഴ്ച, അവരുടെ നിയോഗ പത്രിക, അവരുടെ ആവശ്യങ്ങൾ, അവ സമർപ്പിച്ച പേപ്പറുകൾ അച്ഛൻ വാങ്ങിയതിന് ശേഷം യേശുവിൻ്റെയും മാതാവിൻ്റെയും തിരുസ്വരൂപത്തിന് മുമ്പിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് അവരെ അനുഗ്രഹിച്ചയക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മാതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൈദിക പുരോഹിതനാണ്. പല കാരണങ്ങളാൽ വൈദിക പട്ടം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ശങ്കിച്ചിരുന്ന നാളുകൾ അച്ഛനുണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അനാരോഗ്യം മൂലവും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലവും അദ്ദേഹത്തിന് സെമിനാരിൽ ചേരാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ അച്ഛൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയതിന് ശേഷം അച്ഛനെ യേശുവും അമ്മ മാതാവും കൈപിടിച്ചുയർത്തിയാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. വളരെ എളിമപ്പെട്ട ഒരു ശിഷ്യൻ, അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. അദ്ദേഹം ഇപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. യേശുവിൻ്റെ ക്രൂശിത രൂപം നമുക്ക് കാണാൻ സാധിക്കും. യേശു പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് അരുൾ ചെയ്ത എളിമയുള്ള അമ്മയുടെ വാക്കുകൾ ഇവിടെ നിന്നും കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ഓരോ ജീവിക്കുന്ന അത്ഭുതങ്ങൾ തന്നെയാണ്. അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. സർവം തകർന്ന് മറ്റൊരു ആശ്രയമില്ലാതെ, മറ്റൊരിടത്തും ആശ്രയം വയ്ക്കാൻ ഇല്ലാതെ അവസാന അത്താണിയായി വരുന്നവരാണ് ഇവരിൽ പലരും തന്നെ. മാതാവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കണമേ എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നത് കൊണ്ട് അവരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കുന്നു. നാം ഇപ്പോൾ കാണുന്നത് നിത്യാരാധന ചാപ്പൽ എന്ന് പറയും. കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ നിയോഗ പത്രിക സമർപ്പിക്കുന്നത് ഈ ചാപ്പലിനുള്ളിലാണ്. അവിടെ മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും. അതിന് അടുത്തായിട്ട് തന്നെ നിയോഗപ്പെട്ടിയും വെച്ചിട്ടുണ്ട്.
അതിലാണ് ഉടമ്പടി പത്രിക സമർപ്പിക്കുന്നത്. ഒരു കൃപാസനം ഉടമ്പടിയുടെ കാലയളവ് 90 ദിവസമാണ്. ഉടമ്പടി എടുത്ത് 90 ദിവസം അതിനുള്ളിൽ തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും എന്നതാണ് 90% ആൾക്കാരുടെയും അനുഭവം. ചിലപ്പോൾ നമുക്ക് ഉടമ്പടി ശരിയായ രീതിയിൽ പാലിക്കാൻ വരാതെ നമ്മുടെ നിയോഗങ്ങൾ നടക്കാതെ വന്നേക്കാം. അപ്പോൾ ഉടമ്പടി പുതുക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഉടമ്പടി ആ ദിവ്യാരാധന ചാപ്പലിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത്. ഓരോ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും പ്രത്യേകം ക്ലാസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉടമ്പടിയെ പറ്റിയുള്ള സംശയങ്ങൾ മാറ്റുന്നതിനും ഉടമ്പടി എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും എന്നുള്ള ക്ലാസ്സാണ് അവിടെ നടക്കുന്നത്. നാം ഇപ്പോൾ കാണുന്നത് പലതരം കൗണ്ടുകളാണ് ഇവിടെ കാണുക. അതിനോരോ നമ്പറുകളും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന കൃപാസന മാതാവിൻ്റെ ഒരു രൂപമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 ഡിസംബർ 7-ാം തീയതി ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപമാണ് അവിടെ കാണാൻ സാധിക്കുക. മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള തിരുസ്വരൂപമാണ് അത്. അതിനടുത്തായിട്ട് ഇപ്പോൾ കാണുന്ന 2-ാം നമ്പർ കൗണ്ടർ. ഇവിടെയാണ് പുതിയ ഉടമ്പടി ടോക്കൺ ലഭിക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ടോക്കൺ ഇവിടെയാണ്, 2-ാം നമ്പർ കൗണ്ടർ. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള ഒരു പ്രായപരിധിയായിട്ട് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്പറുകൾ ഇട്ടുവെച്ചിട്ടുള്ള കൗണ്ടറുകൾ കാണാൻ സാധിക്കും. 3-ാം നമ്പർ കൗണ്ടർ, അവിടെയാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത്. 4-ാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി പത്രം ലഭിക്കുന്ന കൗണ്ടറാണ്. ഇപ്പോൾ ഉടമ്പടി പത്രം, ഉടമ്പടി ടോക്കൺ ലഭിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ലഭിക്കുന്നു. 5ഉം 6ഉം കൗണ്ടറുകൾ ഉടമ്പടി ക്ലാസുകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് നേർച്ചത്തിരികൾ ലഭിക്കുന്ന കൗണ്ടറാണ്. 7ഉം 8ഉം കൗണ്ടർ ഉടമ്പടി പുതുക്കിയവരുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ തിരികൾ ലഭിക്കുന്ന കൗണ്ടറാണ് 7ഉം 8ഉം. 10-ാം നമ്പർ കൗണ്ടർ കൗൺസിലിങ്ങിന് ശേഷമുള്ള ഉടമ്പടി എടുക്കുന്ന കൗണ്ടറാണ്. അങ്ങനെ ഓരോ കൗണ്ടറിനും നമ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ലഭിക്കുന്ന സേവനങ്ങളും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള അത്ഭുത കിണർ ആണ്. ആ കിണറിന് മുകളിൽ കൽബർണിയുടെ രൂപത്തിലുള്ള ഒരു വെള്ളത്തിൻ്റെ ടാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതി കുടിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. മാതാവിൻ്റെ കർത്താവിൻ്റെയും കാനായിലെ കല്യാണ വിരുന്നിലെ ആ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ 6 കൽബർണികളുടെ രൂപത്തിലുള്ള മാതൃക ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് മാതാവ് പറയുന്നത്, യേശുനാഥൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ലോകസ്രഷ്ടാവായ യേശുവിൻ്റെ ശക്തി ചൈതന്യം ആദ്യമായി അത്ഭുതത്തിലൂടെ വെളിപ്പെട്ടത് ആ സംഭവത്തിലൂടെയാണ്. അതിന് കാരണമായത് മാതാവും. അതിനെ കാണിക്കുന്നതാണ് ആ ചിത്രം. ഓരോ കൗണ്ടറിന് മുമ്പിലും അതിൻ്റേതായ സേവനങ്ങൾ ലഭിക്കുന്നത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും കൂടാതെ, പ്രയാസം കൂടാതെ കാര്യങ്ങൾ നടത്തി പോകാൻ സാധിക്കും. മാത്രമല്ല ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഞാൻ വീണ്ടും മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ കൃപാസന മാതാവിൻ്റെ പ്രദർശനം വരിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. മാതാവിൻ്റെ പേടകത്തിനടുത്ത്
പ്രാർത്ഥന ചെല്ലുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഓരോ സംഘങ്ങളായിട്ട് ഈ പ്രദക്ഷിണം ഉടമ്പടി പീഠത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഇന്ന് വളരെ അധികം തിരക്കുള്ളൊരു ദിവസമാണ്. അതിനാൽ പല സംഘങ്ങൾ കൃപാസന മാതാവിൻ്റെ ഈ പ്രദക്ഷിണമായിട്ട് വരിയായിട്ട് പിന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഭക്തജനങ്ങളുടെ തിരക്ക് അത് നമ്മൾ ഉണർത്തുന്ന ഒരു ചൈതന്യം അത് വേറെ ഒന്ന് തന്നെയാണ്. എത്രയോ മക്കളാണ് പല ദേശങ്ങളിൽ നിന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അമ്മ മാതാവിൻ്റെ ആ ശക്തമായ കരങ്ങളുടെ ആ അത്ഭുത പ്രവർത്തനങ്ങൾ കേട്ടറിഞ്ഞു വന്നവരാണ് അവരിൽ എല്ലാവരും തന്നെ. വളരെ വലിയ തിരക്കുള്ള ഒരു ദിവസം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു. കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനമുണ്ട്. അതുകൊണ്ടാണ് ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് എത്തുന്നത്. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ ചില പുസ്തകങ്ങൾ ലഭിക്കുന്ന കൗണ്ടറാണ്. ഈ വീഡിയോയിൽ ധാരാളം ഭക്തജനങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവയ്ക്കെല്ലാം പരിഹാരം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉണ്ട്. അതാണ് വാസ്തവം. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥനകൾ സമർപ്പിച്ചതിന് ശേഷം അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അമ്മയെ അപദാനപ്പെടുത്തുന്ന, അമ്മയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കൊച്ചു ചാനലാണ് ഇത്. മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്ന ചാനൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.